യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഈ നല്ല പ്രഭാതത്തിൽ പ്രകാരം നമുക്ക് ഒരുമിച്ച് പ്രത്യാശയോടെ ഈ പ്രഭാത ജാഗരണത്തിൽ ആ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ കൃപയൊരുക്കി ദൈവത്തെ അതിയായി സ്തുതിക്കുകയാണ്. ഏവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ പ്രഭാത ജാഗരണത്തിൽ നമുക്ക് ചിന്തയ്ക്ക് ആധാരമായ ചിന്താ വിഷയം നിയമം അനുസരിക്കുന്നതിൻ്റെ വില പ്രകൃതി പഠിപ്പിക്കുന്നു എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. നമുക്ക് ചിന്തയ്ക്ക് ആധാരമായ വേദഭാഗം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം ആസ്പദമാക്കിയാണ്. യേശു ക്രിസ്തുവിൻ്റെ തിരുനാമിൽ നിന്ന് വന്ന ഒരു വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് മനപ്പാഠ വാക്യം നൽകപ്പെട്ടുള്ളത്. ഇപ്രകാരം വായിക്കപ്പെടുന്നു: കാശിന് 2 കുരികൾ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ മലപ്രസംഗങ്ങളിലും അപ്രകാരമുള്ളതായ ദേവാലയ പ്രസംഗങ്ങളിലൊക്കെയും സാധാരണ വ്യക്തികളോട് ക്രിസ്തു സംഭാഷിക്കുമ്പോൾ സ്വർഗത്തിലെ പരമമായ രഹസ്യം വെളിപ്പെടുത്തുവാൻ ക്രിസ്തു ഉപമകളിലൂടെയാണ് ക്രിസ്തു അവരോട് സംഭാഷിച്ചത്. അതിനേറ്റവും ക്രിസ്തു മാതൃകയാക്കിയത് തൻ്റെ മുന്നിലുള്ളതായ പ്രകൃതി വിഭവങ്ങളെ അവരുടെ മുന്നിൽ നിരത്തിക്കൊണ്ടാണ്. സാധാരണ വ്യക്തികൾ വേദപുസ്തകത്തിലെ ആഴമേറിയ മർമ്മങ്ങളെ ഗ്രഹിച്ചറിയുവാനും അതിൻ്റെ അന്തസത്തയെ നിലനിർത്തുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും ക്രിസ്തു ഈ പ്രകൃതി വിഭവങ്ങളെയാണ് അവരുടെ മുന്നിൽ സാക്ഷ്യമാക്കി നിർത്തുന്നത്. അതിനനേകം അനുഭവങ്ങളെ, പക്ഷികളെ യേശു ക്രിസ്തു അവിടെ ഉപമകളായിട്ട് പറയപ്പെടുന്നു. വളരെ മനോഹരമായി യേശു ക്രിസ്തു സ്വർഗത്തിലെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ പുളിച്ച മാവിനെ ഉപമിക്കുകയാണ്. അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന നിധിയെക്കുറിച്ചും അപ്രകാരം പറയുന്നു. മീൻ പിടിക്കുന്ന വല എന്നും നഷ്ടപ്പെട്ട നാണയത്തെക്കുറിച്ചും നഷ്ടപ്പെട്ടു പോയതായ ആ പുത്രനെക്കുറിച്ചും മുടിയനായ പുത്രനെക്കുറിച്ചും എന്ന് വേണ്ട പാറപ്പുറത്തും മണൽപ്പുറത്തും വെച്ചതായ വീടുകളെക്കുറിച്ചും എന്ന് വേണ്ട നിരവധി അനവധി ഉപമകളെ അവരുടെ മുന്നിൽ നിരത്തി സ്വർഗത്തിലെ അഗാധമായ രഹസ്യങ്ങൾ, പിതാവിൻ്റെ കൃപയോടുകൂടി യേശു ക്രിസ്തു ആ മഹാ അത്ഭുത രഹസ്യങ്ങളെ അവർക്ക് വെളിപ്പെടുത്തി കാണാൻ സാധിക്കും. പാപത്തിന്റെ അനുഭവത്തിലായിരിക്കുന്ന മനുഷ്യന് പ്രത്യാശയുടെ പീഠം കയറുവാൻ വിശ്വാസത്തിന്റെ വിത്തുകളെ അവരുടെ ഹൃദയങ്ങളിലേക്ക് എറിഞ്ഞുകൊണ്ട് കാലചക്രത്തിന്റെ അനുഭവത്തില് മാഞ്ഞു പോകാൻ നിന്നവരെ വിശ്വാസത്തിന്റെ ശ്രേണിയിലേക്ക് പിടിച്ചുയർത്തുവാൻ ക്രിസ്തു ഉപയോഗിച്ച ഉപമകളുടെ ശ്രേഷ്ഠകരമായ അനുഭവം അതെത്രേ പ്രത്യാശ ഉളവാക്കുന്ന അനുഭവമാണെന്ന് കാണാൻ സാധിക്കും. അവര് ദൈനംദിനം കാണുന്നതായ ഈ പറയുന്ന നെൽക്കതിരിനോടും അവര് ദൈനംദിനം കാണുന്നതായ ഈ പുളിച്ച മാവിന്റെ അനുഭവത്തോടും വീടുകളോടുകൂടി അല്ലെങ്കിൽ നാണയത്തൊട്ടുകളോടുകൂടി ഓരോ അനുഭവത്തെയും അവരുടെ ഹൃദയങ്ങളിൽ പരിവർത്തനം ഉണ്ടാക്കുവാൻ, അവരുടെ ഹൃദയങ്ങളിൽ ആ വിശേഷമായ വചനത്തിന്റെ വിത്തുകൾ അവർ കേൾക്കുക മാത്രമല്ല പിന്നെയോ അതിൽ ഫലമുളവാക്കിയെടുക്കുവാൻ വേണ്ടി ക്രിസ്തു പ്രകൃതിയെ സാക്ഷി നിർത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിലുടനീളം പ്രകൃതിയെ 19-ാം സങ്കീർത്തനം പറയാണ്, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവിടുത്തെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പ്രകൃതി ദൈവത്തിന്റെ കരവിരുതാണ്. ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തെ, തൻ്റെ സൃഷ്ടികളോടുള്ളതായ അഗാധമായ സ്നേഹത്തെ ഒക്കെയും വെളിപ്പെടുത്തുന്ന സത്യത്തിന്റെ ആത്മാവിനെ പകരുവാൻ തക്കവണ്ണം ക്രിസ്തു അവിടെ ആ ശ്രേഷ്ഠകരമായ അനുഭവം അവിടെ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ക്രിസ്തു ദൈവത്തിന്റെ വേലയെക്കുറിച്ച് സാക്ഷീകരിക്കുമ്പോൾ അവിടെ ഈ പറയുന്നതായ പറവകളോടും ഈ പറയുന്നതായ ആ പുഷ്പങ്ങളോടും വൃക്ഷങ്ങളോടും ഒക്കെയും ഉപമിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ ശ്രേഷ്ഠകരമായ ദൗത്യം പകരുവാൻ ക്രിസ്തുവിന് കഴിഞ്ഞു. അപ്രകാരം വിലമതിക്കാനാവാത്ത അനുഭവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പിൽക്കാലത്ത് ഇവരൊക്കെയും പ്രത്യാശയുടെ പടവുകൾ കയറുവണ്ണക്കവണ്ണം ഇടയായി തീർന്നത് ഈ ഉപമകളിലൂടെയുള്ളതായ സാക്ഷീകരണമാണ്. അവരുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നുകൊണ്ട് അവരെ നിലനിർത്തുവാൻ ക്രിസ്തു എന്ത് ചെയ്യുന്നു? പ്രത്യാശയുടെ അനുഭവം അവിടെ കാണിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഭാഗം ഞാൻ ഇപ്രകാരം അവിടെ ഉദ്ധരണി നൽകിയിരിക്കുകയാണ്. അപ്രകാരം അവർ സൃഷ്ടിക്കപ്പെട്ട സകല കാര്യങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുമ്പോൾ എല്ലാ ജീവിതാനുഭവങ്ങളിലും പ്രകൃതിയെ നിയന്ത്രിക്കുന്ന അതേ നിയമങ്ങളും എല്ലാ ജീവിതാനുഭവങ്ങളും നമ്മെ നിയന്ത്രിക്കുവാൻ വേണ്ടി ഉള്ളതാണെന്നും അവയെല്ലാം കാണിച്ചു തരുന്നു. അവ നമ്മുടെ നന്മയ്ക്കായി, മനുഷ്യന്റെ നന്മയ്ക്കായി ഇവയൊക്കെയും ദൈവം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഏറിയ കുരികിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ ഭാരങ്ങൾ വരുമ്പോൾ, ജീവിതത്തിലെ പ്രയാസങ്ങൾ അധികരിക്കുമ്പോൾ പലപ്പോഴും
വേദനപ്പെട്ട് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ കാണപ്പെടുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് നിരാശയുടെ താഴ്വരയിലേക്ക് കടന്നു പോകുന്ന മനുഷ്യനെ പ്രത്യാശയുടെ പർവ്വതത്തിലേക്ക് അല്ലെങ്കിൽ ശിഖരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ ക്രിസ്തു ഭൂമിയിലൂടെ പറയുന്നതാണ്, നിങ്ങൾ ഏറിയ കുരുകിലിനെക്കാട്ടിലും 2 കാശിന് വിൽക്കുന്ന കുരുകിലിനെക്കാട്ടിലും നിങ്ങൾ വിശേഷതയുള്ളവർ. നശിച്ചു പോകുവാനാൽ പിന്നെയോ നിത്യജീവൻ പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സാക്ഷികളായി നിൽക്കപ്പെടുവാൻ ദൈവം മനുഷ്യനെ വിളിച്ചിറക്കിയിരിക്കുന്ന എത്ര വലിയ പ്രത്യാശയുടെ അനുഭവമാണ്. അതിന് പ്രകൃതിയെ അവരുടെ മുൻപിൽ സാക്ഷ്യം നിർത്തിക്കൊണ്ടാണ് ക്രിസ്തു ഇത് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ നാം നിരാശയുടെ താഴ്വരയിലേക്കല്ല പിന്നെയോ പ്രത്യാശയോടെ നിലനിൽക്കുവാൻ ദൈവം ഈ പ്രകൃതിയെ എൻ്റെയും നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നിരിക്കണം. ആ അനുഭവം കൈവരിക്കുവാൻ ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പ്രകൃതിയെ മുന്നിൽ നിർത്തി ശ്രേഷ്ഠകരമായി സ്വർഗീയ വെളിപ്പെടുത്തൽ നടത്തി പ്രത്യാശയോടെ ഞങ്ങളുടെ മുന്നോറുകളെ അവിടെ നിലനിർത്തിയതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളിലും വചനം എന്ന വിത്തിനെ ഞങ്ങൾ ആഴമായി പഠിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സാക്ഷികളായി നിൽക്കുവാൻ ഞങ്ങൾ ഏവരെയും അതിനായി ഒരുക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.